മുഹയ്യദ്ദീൻ ശൈഖിനെ തെറ്റിദ്ധരിപ്പിച്ചവര് നിങ്ങളാണ്, ഞങ്ങളല്ല. നിങ്ങൾ മുഹയ്യദ്ദീൻ ശൈഖിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? തോന്നിയാസം തന്നെ എഴുതി വെച്ചിട്ടില്ലേ? ഇബ്രാഹിം നബിയോടുകൂടെ തീയിലിടുന്ന അവസരത്തിൽ മുഹയ്യദ്ദീൻ ശൈഖ് ഉണ്ടായിരുന്നു. എത്ര കാലം ശേഷം വന്ന ആളായി? വെറുതെ ഓരോ തെറ്റിദ്ധാരണകൾ നിങ്ങളെന്നെ ഉണ്ടാക്കി തീർത്തിട്ട് എന്നിട്ട് ജനങ്ങളോട് മുമ്പിൽ ഞങ്ങളാണ് അതിന്റെ ആളുകൾ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ സംബന്ധിച്ചിടത്തോളം മുസ്ലിമി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലിൽ കഅബത്തി ഔ ഗൈരിഹിമാ മിമ്മാ സിവല്ലാഹ് ലിഅന്നഹു മിമ്മാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹി ബൽ ലൗ റുബിഹ തഅമീമൻ ലിമൻ ذكر കഫറ. ബുഖാരിൽ കരീം നിങ്ങൾ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ കിതാബിലെ ബുഖാരിൽ കരീം, ബുഖാരിൽ കരീമിന്റെ താഴെ വായിക്കുക. അപ്പൊ അമ്മട്ടിട്ടുള്ളതിന്റെ താഴെ ഞാൻ മുട്ടത്തില്ല. ഇവിടെ പിന്നെ വിഷയം കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അത് ജനങ്ങളെ പറ്റിക്കലായിരിക്കും. ഒരു പറ്റിക്കലല്ല, അതിന് നേരെ താഴെ ഉണ്ട്. ബഹുമാനപ്പെട്ട അലവി സഖാവി പറഞ്ഞ മറുപടി അമ്മ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം കരീമിന്റെ നേരെ താഴെ ഉണ്ട്. അഥവാ അല്ലാഹു അല്ലാത്ത ഇവരുടെ പേരിൽ അറുക്കുക എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം എന്താണെന്ന് ഇനിയും ആവർത്തിക്കേണ്ടതില്ല, വളരെ വിശദമായി പറഞ്ഞത്. പിന്നെ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ച് അലവി സഖാഫിയോട് സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങൾ ബഹുമാനപ്പെട്ടവരെ ദുരുപയോഗം ചെയ്യാൻ ഈ നേരത്തെ തന്നെ ഉപയോഗപ്പെടുത്തണം. നേരത്തെ ശ്രീ ശങ്കരാചാര്യരുടെ തത്വം ചിന്തയിൽ സ്ഥാനം പിടിച്ച വ്യക്തിയാണ് എഴുതിയിട്ടില്ല എന്ന് ചോദിച്ചപ്പോ തിരിച്ച് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങളാണ് യഥാർത്ഥത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അപഹസിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ബൈത്ത് പാടുകയുണ്ടായി, وما بارد النيران إلا بدعوتي. നേരത്തെ സൂചിപ്പിച്ച യാതൊന്ന് കാണുவது നാരായണ പ്രതിമ, യാതൊന്ന് കേൾക്കുന്നത് നാരായണ പ്രതിമ എന്ന് പറഞ്ഞത് ഇതാ മുജാഹിദിന്റെ ഔദ്യോഗിക ഇന്നും അവരുടെ പത്രമായി നിലനിൽക്കുന്ന അൽമനാർ 1980 ജൂലൈ ഇലക്കത്തിലാണ് പേജ് നമ്പർ 20 വളരെ വ്യക്തമായി ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. താങ്കൾ സൂചിപ്പിച്ച ബൈത്ത്, ആ ബൈത്തിൽ എന്താണ് വിഷയമുള്ളത്? ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയുന്നു, കുൻതു മഅ ഇബ്രാഹിമ, ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കൂടെ ഉണ്ടായിരുന്നു. ആരാ പറഞ്ഞുള്ളത്? ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകനാണ്. ഈ റസൂലുള്ളാഹി തങ്ങളുടെ പരമ്പരയാണ് മുഹീദ്ദീൻ ശൈഖ് എന്ന് വരുമ്പോ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയാണ്. ആ റസൂലിന്റെ പരമ്പര ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെയാണ് പോകുന്നത്. ആദം നബി അലൈഹി ഇസ്ലാം വരെ എത്തുന്ന പരമ്പരയിൽ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മഹാനവറുകളുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉണ്ട്. അതിൽ ആർക്കാണ് തർക്കമത്? പിന്നെയുള്ളത് എന്താണ്? ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബഹുമാനപ്പെട്ടവർ രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയുന്നു, ഇല്ലാ ബിദഅവതി, എന്റെ ദഅവത്ത് കൊണ്ടല്ലാതെ. എന്താണ് എന്റെ ദഅവത്ത്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാം മുതൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആളുകളുടെ ദഅവത്ത് തൗഹീദാണ്. അതല്ലാതെ തറവാട് മഹിമയോ വ്യക്തിത്വ വികസനമോ സാമ്പത്തിക അഭിവൃദ്ധിയോ അല്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടത് എന്റെ ദഅവത്ത്, എന്റെ പൊന്നുപ്രയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷക്കണക്കായ പ്രവാചകന്മാരുടെ ദഅവത്തായ തൗഹീദ് എന്ന് പറയുന്ന
ഒരു മഹത്തായ കാര്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ അപഹസിക്കൽ എവിടെയാണ് വരുന്നത് എന്ന് ചോദ്യകർത്താവ് ചിന്തിക്കുന്നത് നന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഖാഫി സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച ഹദീസിനോട് സമാനമായ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാർ അല്ലാമ അഹ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സാവിയിൽ പറഞ്ഞത് കാണാം. അപ്പോൾ ഇവിടെ അറുക്കുന്നത് അല്ലാഹു തആലാക്കാണ്, അതിന്റെ സവാബ് വലിയനാണ് എന്ന് പറഞ്ഞാൽ എന്ന ഉദ്ദേശത്തോടു കൂടെ അല്ലാഹു തആലാക്ക് അറുത്തുകൊണ്ട് വലിയന് സവാബ് ഉദ്ദേശിച്ചുകൊണ്ട് അറുത്താൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ ഉണർത്തിയിട്ടുണ്ട് എന്നും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് നല്ല തെളിവും